ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ഡീലെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തങ്ങളെ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നും ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ തങ്ങൾക്കറിയാമെന്നുമാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം പാർട്ടിയിലെ കാര്യം നോക്കിയാൽ മതിയെന്നും ഇങ്ങോട്ട് പഠിക്കാൻ വരേണ്ടതുമായിരുന്നു പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചത്. രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ് എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് നൂലിൽ കെട്ടി ഇറക്കിയതല്ലേ എന്നും പരിഹസിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രണ്ടാം LDF സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. നുണകൾ നിറച്ച പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് പച്ചക്കള്ളമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ജില്ലയിൽ ഭൂമി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു എന്നത് നുണയാണ്. റവന്യൂ ഭൂമി വിജ്ഞാപനമിറക്കി വനഭൂമിയാക്കി നോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പാലിച്ചില്ല. CHR പ്രശ്നങ്ങൾ ഏലം കുത്തകപ്പാട്ടം കൊടുക്കുന്നില്ല. ഇടുക്കി ജില്ല മുഴുവൻ വ്യാപകമായ പ്രശ്നങ്ങളാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഴുവൻ നുണയാണ്. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുറമുഖത്തിന്റെ അനുമതി വാങ്ങി, സ്ഥലം ഏറ്റെടുത്ത് കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി, കൗണ്ട് ഡൗൺ ആരംഭിച്ചതാണ്. ഈ പദ്ധതിയെ 600 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പെന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്. കടൽ കൊള്ളയെന്ന് ദേശാഭിമാനി വിശേഷിപ്പിച്ച പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ നാണമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കാർഷിക മേഖലയിൽ നെല്ല് സംഭരണം പാളി. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ നെല്ലു സംഭരണം തകർത്തു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. പ്രഖ്യാപിച്ച ഒരു പാക്കേജും അവർ നടപ്പാക്കിയിട്ടില്ല. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നപ്പോൾ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച ബോംബാണെന്ന് വിശേഷിപ്പിച്ചത് P. രാജീവാണ്. ഇതിനേക്കാൾ കള്ളങ്ങൾ നിറച്ച നുണകൾ നിറച്ച മറ്റൊരു പ്രോഗ്രസ് റിപ്പോർട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗമെടുത്താൽ നിരവധി സർവകലാശാലകളിൽ VC-മാരില്ല, കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, കാലഹരണപ്പെട്ട കോഴ്സുകൾ പഠിക്കാൻ ആളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ പ്രവർത്തിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. CP മാത്യുവിന്റെ ബ്ലൗസ് കീറൽ പരാമർശം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രതികരണങ്ങളെ കോൺഗ്രസ് അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി.